വിവിധ മേഖലകളിലെ യുവജനങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിക്കുന്ന മുഖാമുഖം പരിപാടി തിരുവനന്തപുരത്ത് തുടങ്ങി. കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ 2000-ലേറെ പേർ പങ്കെടുക്കുന്നുണ്ട്. അക്കാദമിക്, പ്രൊഫഷണൽ, കലാ, കായിക, സാംസ്കാരിക, വ്യാവസായിക, കാർഷിക മേഖലകളിൽ നിന്നുള്ളവരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. ശരത് കെ ശശി നൽകും കൂടുതൽ വിവരങ്ങൾ. ശരത് കെ ശശി, മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫേസ് ടു ഫേസ് സെൽഫിയൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും തരംഗമായി കഴിഞ്ഞിരിക്കുകയാണ്. പരിപാടിക്ക് എങ്ങനെയുണ്ട് ആളുകളുടെ ഒരു സാന്നിധ്യം? ഏതൊക്കെ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരാണ് ഇപ്പോൾ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്? ശരത്ത്. സുജ, നവകേരള സദസ്സിന്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് വിദ്യാർത്ഥികൾ, യുവാക്കൾ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവരുമായെല്ലാം തന്നെ മുഖ്യമന്ത്രി പ്രത്യേകം മുഖാമുഖം പരിപാടി നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ന് യുവാക്കളുമായുള്ള സംവാദമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന യുവാക്കളുമായി അവരുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കേൾക്കുകയും അത് ഭാവിയിൽ സർക്കാരിന്റെ നയപരിപാടികളുടെ ഭാഗമായി ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംവാദ പരിപാടി നടക്കുന്നത്. പ്രധാനമായും പങ്കെടുക്കുന്ന ആളുകളിലേക്ക് വരികയാണെങ്കിൽ സിനിമാ രംഗത്തു നിന്നും കാര്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഈ പരിപാടിക്ക് സാധിച്ചിട്ടുണ്ട്. സംവിധായകൻ ബേസിൽ ജോസഫ്, നടൻ അർജുൻ അശോകൻ, അതുപോലെ തന്നെ നടി അനശ്വര രാജൻ തുടങ്ങിയ ആളുകൾ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ അധികം സജീവമായി നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയാണ് ഈ പരിപാടി നടത്തുന്നത്. ഇതിലും സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വികസന പദ്ധതികളുടെ നേട്ടങ്ങൾ അല്ലെങ്കിൽ ആ വികസന പദ്ധതികൾ യുവാക്കളെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. സിൽവർ ലൈൻ പോലെയുള്ള പദ്ധതികൾ നാടിന് അനിവാര്യമാണ്. അത് നാളെയുടെ ഭാവിയെ കരുതിയുള്ള പദ്ധതി എന്നുള്ള നിലയിലാണ് സർക്കാർ ആവിഷ്കരിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. അതുപോലെ തന്നെ AI ക്യാമറ പുതിയ കാലത്തിന്റെ അനിവാര്യത എന്നുള്ള നിലയിലാണ് നടപ്പാക്കിയത്. ആദ്യഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് പല കോലാഹലങ്ങളും ഉണ്ടായെങ്കിലും AI ക്യാമറ നടപ്പാക്കിയ ശേഷം സംസ്ഥാനത്ത് അപകടങ്ങൾ കുറഞ്ഞു എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. രാഷ്ട്രീയത്തെ സംബന്ധിച്ചിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ സംബന്ധിച്ച് സംവിധായകൻ ബേസിൽ ജോസഫ് ഒരു ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി, രാഷ്ട്രീയ രംഗത്ത് എല്ലാവരെയും മാതൃകയാക്കാൻ സാധിക്കുന്ന ആളുകളല്ല, ചില കെട്ട ജീവിതങ്ങൾ രാഷ്ട്രീയ രംഗത്തുണ്ട്, രാജ്യത്തിന്റെ പൊതുവായ ജീർണതകൾ രാഷ്ട്രീയ നേതാക്കൾക്കും സംഭവിച്ചിട്ടുണ്ട്, അത്തരം ആളുകളെ മാതൃകയാക്കാൻ പാടില്ല എന്നതായിരുന്നു ബേസിൽ ജോസഫിന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി. മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി, യുവജനങ്ങളുമായി സംവദിക്കുന്ന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങളാണ് ശരത് കെ ശശി നൽകിയത്.